ഭക്തന്റെ സിരകളിൽ ഒഴുകുന്ന വ്രതപുണ്യമാ. ഓരോ മനുഷ്യനും ദേവനായി മാറുന്ന തത്വമായി തത്വമസി അരുളുകയാ. തത്വമസി തത്വമസി തത്വമസി. സ്വാമിയേ ശരണമയ്യപ്പ. തത്വമസിയിലേക്കുള്ള ഈ പ്രയാണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മണ്ഡലകാലം വന്നാൽ നാടെങ്ങും കറുപ്പ് വസ്ത്രം. സന്നിധാനത്തിലോ കറുപ്പ് വസ്ത്രത്തിന്റെ മഹാസമുദ്രം തന്നെയാണ്. അപ്പോൾ ഈ കറുപ്പ് വസ്ത്രത്തിന്റെ പിന്നിലുള്ള രഹസ്യത്തെപ്പറ്റി ഇന്ന് നമുക്ക് ബഹൻജിയോട് ചോദിച്ചറിയാം. ഈ പുതിയ വ്യത്യസ്തമായ ഒരു അധ്യായത്തിന് സ്വാഗതം ബഹൻജി. ശാന്തി. ബഹൻജി, കറുപ്പ് വസ്ത്രം ധരിക്കുന്നതിനും മുദ്ര അണിയുന്നതിനും പിന്നിൽ എന്തെങ്കിലും മറഞ്ഞു കിടക്കുന്ന സത്യങ്ങളുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. നമ്മൾ എന്താചരിക്കുമ്പോഴും അതിന്റെ പിന്നില് ചില തത്വങ്ങള്, ചില ശാസ്ത്രീയ വശങ്ങള് തീർച്ചയായിട്ടും ഉണ്ട്. വളരെ അർത്ഥവത്തായിട്ടാണ് പൂർവികര് ഈ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം നമ്മളെ കൊണ്ട് ആചരിപ്പിക്കുന്ന ഒരു സംഹിത തയ്യാറാക്കിയിരിക്കുന്നത്. കറുപ്പ് നിറങ്ങളിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നത്, സാധാരണ പറയാറുണ്ടല്ലോ 7 നിറങ്ങളും കൂടെ ചേരുമ്പോൾ വെളുത്ത പ്രകാശം എന്നാണ്. സയന്റിഫിക് ആയിട്ട് പ്രകാശത്തെ പ്രസത്തിൽ കൂടി കടത്തിവിടുമ്പോൾ അത് സപ്തവർണ്ണങ്ങളായിട്ട് പറയും. അതെ. അപ്പൊ 7 വർണ്ണങ്ങളും ചേരുമ്പോൾ വെളുപ്പ്. അതേപോലെ ഈ 7 നിറങ്ങളും ഇല്ലാത്ത അവസ്ഥ, അതിനെയാണ് കറുപ്പെന്ന് പറയാ. അപ്പോ കറുത്ത വസ്ത്രം ധരിക്കുക അർത്ഥം തന്നെ യഥാർത്ഥത്തില് ഈ കറുപ്പ് വെളുപ്പ് നിറങ്ങള് ആധ്യാത്മിക ഭാഷയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ സ്ഥിതിയെ കുറിക്കുന്നതാണ്. എല്ലാ ഗുണങ്ങളും സപ്തവർണ്ണങ്ങള് സപ്തഗുണങ്ങളെ പ്രതിനിധാനം ചെയ്യുകയാണ്. പ്രത്യേകിച്ചും സ്വാമി ഒരുപക്ഷെ ന്യൂറോബിക്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഓരോ ഗുണങ്ങളും ഓരോ നിറങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ, പരിശോധിക്കുകയാണെങ്കിൽ, സൂക്ഷ്മ പരിശോധന നടത്തുകയാണെങ്കിൽ ഈ ഗുണങ്ങളെല്ലാം അതിന്റെ എല്ലാ ഉറവിടമാണ് ആത്മാവ്. നമ്മുടെ ഉള്ളിലാണല്ലോ ഗുണങ്ങളുടെ നിറവും കുറവും. അപ്പൊ സർവഗുണ സമ്പന്നമായിട്ടുള്ള നമ്മുടെ അവസ്ഥയാണ് നമ്മളെ വെളുത്തവരാക്കുന്നത്. അതായത് നമ്മുടെ ശരീരത്തിന്റെ വെളുപ്പിന്റെ കാര്യമല്ല, നമ്മുടെ മാനസിക സ്ഥിതി, ആ പരിപക്വ അവസ്ഥയിലേക്ക് നമ്മളെ ഉയർത്തുന്നത് സർവഗുണങ്ങളുടെ സമ്പന്നതയാണ്, നിറവാണ്. അതേപോലെ ഗുണങ്ങളില്ലാത്ത അവസ്ഥ, നമ്മൾ ഭഗവാന്റെ അടുത്ത് പോകുമ്പോ കീർത്തനങ്ങളിലെ പാടാറുണ്ടല്ലോ, നിറവും ഗുണവും ഒന്നുമില്ലാത്ത നീചനായ പാപിയായ എന്നോട് പൊറുക്കണമേ എന്നാണല്ലോ പറയാ. നിറവും ഗുണവും ഇല്ലാത്ത എന്നെ സഹായിക്കണേ. അപ്പൊ ആ ഗുണങ്ങളില്ലാത്ത അവസ്ഥയാണ് ആ നിറമില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ കറുത്ത അവസ്ഥ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന സ്ഥിതി വളരെ താഴ്ന്ന അവസ്ഥ. ഇത് ശരിക്കും പറഞ്ഞ ഒരു കാലഘട്ടത്തെ പ്രതിനിധാനം ചെയ്യുകയാണ്. ഈ കറുപ്പ് അവസ്ഥ കലിയുഗത്തിലെ മനുഷ്യന്റെ സ്ഥിതിയാണ്. നമ്മൾ ചതുർയുഗങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. സത്യുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. അതില് കൽപ്പാന്ത കാലത്തില്, കൽപ്പത്തിന്റെ അന്തിമ സമയമായിട്ടുള്ള കലിയുഗത്തില് 4 യുഗങ്ങളിലൂടെ നമ്മൾ കടന്നു വരുന്ന സമയത്ത് കൽപ്പാന്തകാലമായ കലിയുഗത്തില് നമ്മുടെ സ്ഥിതി, ആത്മാവിന്റെ അവസ്ഥ ശരിക്കും ആ കറുത്ത അവസ്ഥയിലേക്ക് നമ്മൾ വരികയാണ്. അതായത് ഗുണങ്ങള് നഷ്ടപ്പെട്ട അവസ്ഥ. ആ ഗുണങ്ങൾ നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് നമുക്ക് കലിയുഗ വരദന്റെ സാന്നിധ്യം ആവശ്യം. പറയാറുണ്ടല്ലോ, യുഗം 4 നല്ലു കലിയുഗം എന്നും പറയാറുണ്ട്. ഒരു ഭാഗത്ത് പറയും കലഹക്ലേശങ്ങളുടെ കാലഘട്ടം കലിയുഗം എന്ന് പറയും. എന്തുകൊണ്ട് കലഹക്ലേശം? നമ്മളിലെ ഗുണങ്ങൾ പോയതുകൊണ്ട്, കലകള് വിശേഷതകൾ കുറഞ്ഞതുകൊണ്ട്, നമ്മളിലെ സാത്വിക ഗുണങ്ങൾ പോയി ആ തമോ ഗുണി അവസ്ഥയിൽ എത്തിയതിനെയാണ് കറുത്ത നിറത്തിൽ കാണിക്കണം. അപ്പോ കറുപ്പ് ഉടുക്കുന്ന സമയത്ത് നമ്മൾ ഭഗവാനോട് അഭയം പ്രാപിക്കുകയാണ്, ശരണം പ്രാപിക്കുകയാണ്. ഭഗവാനോട് പറയുകയാണ്, ഭഗവാനെ ഈ കലിയുഗാന്ത്യ സമയത്ത്
കൽപ്പാന്ത്യ സമയത്ത് കലിയുഗ വരദനായ അങ്ങയെ ഞാൻ ശരണം പ്രാപിക്കുന്നു. എപ്പോഴാണോ കറുപ്പ് വസ്ത്രം ഉടുക്കണേ, അപ്പൊ നമ്മൾ നമ്മളെ ഈശ്വരന്റെ മുന്നിൽ സർവം സമർപ്പണം ചെയ്യാണ്. എന്നിട്ട് ഭഗവാന് മുന്നിൽ നമ്മൾ നമ്മളെ വെച്ചു കൊടുക്കുകയാണ്. എന്തിനു വേണ്ടി? ചാർജ് ചെയ്യാൻ, ഗുണങ്ങൾ നിറയ്ക്കാൻ വേണ്ടി. കറുപ്പിൽ നിന്ന് എനിക്ക് വെളുപ്പ് ആകണം, വെളുത്തവരായിട്ട് മാറണം, സർവഗുണസമ്പന്നനാകണം. അതിന് ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരികയാണ്, സർവഗുണസമ്പന്നനാകാൻ. അതിനു വേണ്ടിയിട്ടാണ് ബാക്കി ആചാരങ്ങളെല്ലാം പിന്നീട് നമ്മൾ അനുഷ്ഠിക്കണേ. കറുത്തതിൽ നിന്ന് വെളുത്തവരാക്കി നമ്മളെ മാറ്റുക. മാലയിടുന്നതോട് കൂടിയിട്ട് ദൃഢസങ്കല്പം എടുക്കാണ്. കറുപ്പെടുത്തു, അതിനുശേഷം മാലയിടുകയാണ്. മാല മുദ്രയാണ്, അടയാളമാണ് ദൃഢതയുടെ. ഇനി ഞാൻ എന്ത് ചെയ്യും? കറുപ്പിൽ നിന്ന് വെളുത്തതിലേക്ക് വെളുക്കാൻ വേണ്ടിയിട്ടുള്ള പുരുഷാർത്ഥം പ്രയത്നം ചെയ്യിക്കുകയാണ്. അത് ആ പ്രയത്നത്തിന്റെ പ്രയാണം അവിടെ നിന്ന് ആരംഭിക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ ശാരീരികവും മാനസികവുമായിട്ട് തയ്യാറെടുക്കുകയാണ്. അപ്പൊ ഈ കലിയുഗം ഇരുട്ടിനെയും കറുപ്പിനെയും പ്രതിനിധീകരിക്കുകയാണെങ്കിൽ വെളുത്ത വേറെ യുഗങ്ങൾ ഉണ്ടായിരുന്നു. അത് എപ്പോഴായിരുന്നു? കാരണം കറുപ്പ് എന്ന് നമ്മൾ പറയണ അർത്ഥം വെളുപ്പുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ടാണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഇരുട്ട് വെളിച്ചത്തിന്റെ അഭാവത്തെയാണ് നമ്മൾ ഇരുട്ടെന്ന് പറയുന്നത്. നമ്മൾ പറയാറുണ്ടല്ലോ, ഇരുട്ടിന് ഒരു സോഴ്സ് ഇല്ല, അതേസമയം വെളിച്ചത്തിന് ഒരു സോഴ്സ് ഉണ്ട്. വെളിച്ചം ഇല്ലാത്ത അവസ്ഥയെ നമ്മൾ എന്ത് പറയും? ഇരുട്ടെന്ന് പറയും. അപ്പൊ വെളിച്ചം ഇല്ലാതായി, അതിന്റെ അർത്ഥം ഒരിക്കലും വെളിച്ചം ഉണ്ടായിരുന്നു. അപ്പൊ വെളിച്ചം ഉണ്ടായിരുന്ന സമയം ഏതാണ്? അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ആ ചതുർയുഗങ്ങളിലൂടെ കടന്നു പോകുമ്പോ സാധാരണ സ്വസ്തികയുടെ ചിഹ്നം കണ്ടിട്ടുണ്ടല്ലോ. ശുഭം കാണിക്കാൻ എപ്പോഴും സ്വസ്തിക വരയ്ക്കാറുണ്ടല്ലോ നമ്മള്. സ്വസ്തികയുടെ ചിത്രം സ്വാമിയുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നുണ്ടാവും. അപ്പൊ അതില് 4 ഭാഗങ്ങളാണ് നമുക്ക് കാണുന്നത്, തുല്യമായ 4 ഭാഗങ്ങള്. അത് ശരിക്കും കാലചക്രത്തിന്റെ കറക്കത്തെ കാണിക്കുകയാണ്. 4 ഭാഗം 4 യുഗങ്ങളെ കാണിക്കുക. അപ്പൊ എങ്ങനെയാണോ ഒരാഴ്ച എന്ന് പറയുമ്പോൾ 7 ദിവസങ്ങള്, ഒരു മാസം എന്ന് പറയുമ്പോൾ 30 ദിവസങ്ങള്, അല്ലെങ്കിൽ 12 മാസങ്ങൾ ചേരുമ്പോൾ ഒരു വർഷം, അതേപോലെ അനേക വർഷങ്ങൾ ചേരുമ്പോൾ അതിനെയാണ് നമ്മളൊരു യുഗം എന്ന് പറയുന്നത്. അങ്ങനെ 4 യുഗങ്ങള്, ചതുർയുഗങ്ങള് ചേരുന്നതിനെയാണ് ഒരു കൽപ്പം എന്ന് പറയുന്നത്. ആ കൽപ്പത്തിന്റെ ആരംഭം സത്യുഗം അഥവാ കൃതയുഗം, പിന്നീട് ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഇതാണ് 4 യുഗങ്ങളില്. ത്രേതായുഗങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും വെളിച്ചത്തിന്റെ കാലഘട്ടമായിരുന്നു. പ്രഭാതം എന്ന് വേണമെങ്കിൽ പറയാം, പകലെന്ന് വേണമെങ്കിൽ പറയാം. ഇനി ആ പകലിന് ശേഷം ത്രേതായുഗത്തിലെ പകൽ അർത്ഥം നമ്മൾ വെളുത്തവരായി ജീവിച്ച ഒരു കാലഘട്ടം. അതിനുശേഷം ദ്വാപരയുഗം മുതലേ കലിയുഗം വരെയുള്ള ജീവിതത്തിന്റെ ചിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെയാണ് നമ്മൾ ഇരുട്ടിലൂടെ കടന്നു വരുന്നത്. അപ്പൊ എങ്ങനെയാണോ ആഴ്ചയില് 7 ദിവസങ്ങൾക്ക് ശേഷം ആഴ്ചയിൽ ആവർത്തനം ഉണ്ടാകും. ഞായർ, തിങ്കൾ, ചൊവ്വ, വീണ്ടും എന്ത് ചെയ്യും? ഒരാഴ്ചയ്ക്ക് ശേഷം തനിയാവർത്തനമാണ്. അതേപോലെ 4 യുഗങ്ങളുടെ ചിത്രവും ശരിക്കും തനിയാവർത്തനത്തിന്റേതാണ്. ഇപ്പൊ കലിയുഗത്തിലാണ് നമ്മൾ എത്തി നിൽക്കണേ. അപ്പൊ തനിയാവർത്തനത്തിന് വിധേയമാകുമ്പോൾ തീർച്ചയായും കലിയുഗം വീണ്ടും വഴിമാറി കൊടുക്കുന്നത് സത്യയുഗത്തിലേക്കാണ്, കൃതയുഗത്തിലേക്കാണ്. അതുകൊണ്ടാണ് കലിയുഗ വരദൻ ഈ സമയത്ത് ഇത്രയും പ്രാധാന്യം. അപ്പൊ ഈ കൽപ്പാന്ത കാലത്തില് കലിയുഗ വരദനിൽ നിന്ന് വരപ്രസാദം നേടിയിട്ട് വേണം നമുക്ക് വീണ്ടും കറുത്തതിൽ നിന്ന് വെളുത്തതിലേക്ക് മാറാൻ, അതായത് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു സമയമാണിത്. അതാണ് ഈ സമയത്തിന്റെ പ്രത്യേകത. സാധാരണ ഊർജ നിയമം തന്നെ നോക്കിയാൽ നമുക്കറിയാലോ, ലോ ഓഫ് എൻട്രോപ്പി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഊർജം അതിന്റെ ഉയർന്ന നിലവാരത്തിൽ നിന്ന് താഴ്ന്ന അവസ്ഥയിലേക്ക് വരുന്നത് നമുക്കറിയാം. ഏറ്റവും താഴ്ന്ന അവസ്ഥയിൽ എത്തിയതിനു ശേഷം വീണ്ടും അതതിന്റെ ഒറിജിനാലിറ്റിയിലേക്ക് തിരിച്ചു പോകും. പ്രകൃതിയിലെ എല്ലാ വസ്തുക്കളിലും നമുക്ക് ഈ മാറ്റം കാണാൻ കഴിയും. ഈ സതോ രജോ തമോ അവസ്ഥ, ഈ അവസ്ഥയിലൂടെ നമ്മളും കടന്നു വരുന്നുണ്ട്. പ്രകൃതിയിലെ എല്ലാ വസ്തുക്കളും നോക്കിക്കോളൂ, ഈ 3 അവസ്ഥകളിലൂടെ കടന്നു പോകും. ഏറ്റവും ഉയർന്ന ഒരു സ്ഥിതി അതാണ് സതോ പ്രധാന അവസ്ഥ, അല്ലെങ്കിൽ സതോ ഗുണി സ്ഥിതി. പിന്നീട് രജോ മീഡിയം ലെവൽ, പിന്നീട് തമോ. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ തമോ ഗുണിയുടെ തന്നെ തമോ പ്രധാനം ഏറ്റവും താഴ്ന്ന അവസ്ഥയിലേക്ക്, ശരിക്കും മനുഷ്യാത്മാവിന്റെ ഏറ്റവും തമോ പ്രധാന ഘട്ടം അതാണിപ്പോ നമുക്ക് ചുറ്റും കാണുന്നത്. അതിന്റെ ലക്ഷണങ്ങളാണ് എല്ലായിടവും കാണുന്നത്. അധർമ്മവും അക്രമവും അനീതിയും എല്ലാം പരക്കെ കാണുമ്പോൾ നമ്മൾ പറയാറില്ലേ, ഓ
കലിയുഗ വിശേഷങ്ങൾ എന്നാ പറയാ അല്ലെ. അപ്പൊ ഇത്രയധികം തമോപ്രധാനമായ, അതായത് നമ്മൾ ഇത്രയും കറുത്തുപോയ ഒരു സമയമാണിത്. അതുകൊണ്ടാണ് ഈ സമയത്ത് നമുക്ക് വ്രതാനുഷ്ഠാനത്തിന്റെ ആവശ്യം. ഈ വ്രതത്തോടു കൂടി കലിയുഗ വരദനെ പ്രീതിപ്പെടുത്തി നമ്മുടെ ജീവിതത്തെ വീണ്ടും നമുക്ക് വെളുപ്പുള്ളതാക്കി മാറ്റണമെങ്കിൽ ഈ വ്രതാനുഷ്ഠാനങ്ങൾ കൂടിയേ മതിയാകൂ. കറുത്തവരിൽ നിന്ന് വെളുത്തവരായേ മതിയാകുള്ളൂ. പാൻസി, അപ്പൊ ഈ ആത്മാവും ശരീരവും കറുത്തത് കാലഘട്ടത്തിന്റെ ഈ മാറ്റങ്ങൾ കൊണ്ടാണ് എങ്കിൽ അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളും കാലത്തിനാൽ ബന്ധിതരല്ലേ? ശരീരവും ആത്മാവും കറുപ്പ്, ശരീരത്തിന്റെ കറുപ്പ് വെളുപ്പ് അത് നമുക്കറിയാം. ഭൂമിശാസ്ത്രപരമായ ഭൂമിയുടെ പ്രത്യേകത അനുസരിച്ച് ഇപ്പൊ പാശ്ചാത്യ രാജ്യങ്ങളിലെല്ലാം ജീവിക്കുന്നവർക്ക് വെളുത്ത നിറം കൂടുതലുണ്ടാവും. ആഫ്രിക്കൻ സൈഡിൽ താമസിക്കുന്നവർക്ക് കൂടുതൽ കറുപ്പ് നിറം ഉണ്ടാവും. പിന്നെ നമ്മുടെ ഈ ഏഷ്യൻ ഭൂഖണ്ഡത്തില് നിറം മറ്റൊന്ന്. അപ്പൊ ഇത് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകള് അല്ലെ. സൂര്യന്റെ വെളിച്ചം കിട്ടുന്നതിനനുസരിച്ച് കുറവും കൂടുതലും അനുസരിച്ച് ആ മാറ്റം നമ്മുടെ ശരീരത്തില് കേവലം ത്വക്ക് ഭാഗത്തിൽ ആ വ്യത്യാസം നമുക്ക് കാണാം. ആ കറുപ്പിനെയും വെളുപ്പിനെയും അല്ല യഥാർത്ഥത്തിൽ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മളുടെ ശരീരത്തിന്റെ കറുപ്പ് എന്ന് പറയുന്നത് ഈ ത്വക്കിന്റെ നിറത്തിലെ വ്യത്യാസമല്ല, മറിച്ച് നമ്മളുടെ ഗുണങ്ങൾ നഷ്ടപ്പെട്ടപ്പോ, മനസ്സ് ഗുണരഹിതമായപ്പോ, അഥവാ ഗുണങ്ങൾ നമ്മളിൽ കുറഞ്ഞപ്പോ നമ്മൾ നമ്മുടെ ശരീരത്തിലെ കർമ്മേന്ദ്രിയങ്ങളിലൂടെ കറുപ്പായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഇരുട്ടിലുള്ള ചില പ്രവൃത്തികള്, വികൃതമായ പ്രവൃത്തികള്. സാധാരണ ഇരുട്ടിലാണല്ലോ എല്ലാ തെറ്റുകളും ചെയ്യണത്. എല്ലാ അക്രമങ്ങളും എല്ലാ അനീതികൾക്കും നമ്മൾ ഇരുട്ടിനെ തേടാറുണ്ട്. കാരണം ഇരുട്ടില് മറവില് ചെയ്യുന്നതെല്ലാം തെറ്റുകൾ തന്നെയാണ്. അപ്പൊ അതേപോലെ നമ്മൾ ആത്മാവ് ആ തമോപ്രധാന അവസ്ഥയിലെത്തിയപ്പോ നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ വികർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങി. ശരിക്കും സത്യത്രൈതായുഗത്തിലെ മനുഷ്യ ജീവിതത്തിന്റെ, മാനവ ജീവിതത്തിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏറ്റവും ഉയർന്ന, അതായത് ദേവസംസ്കൃതി. നമ്മൾ പറയാറുണ്ടല്ലോ ആർഷഭാരത സംസ്കാരം. എന്താണ് ആർഷഭാരത സംസ്കാരം? ദൈവിക ഗുണസമ്പന്ന അവസ്ഥ. വെളുത്തവരായിരുന്നു നമ്മളെല്ലാം. ആത്മാവും വെളുത്തതായിരുന്നു, ശരീരവും അതേപോലെ. ശരീരവും അതേപോലെ അർത്ഥം സാധാരണ നമ്മൾ പറയില്ലേ, സ്വർണ്ണം എങ്ങനെയാണോ അതുപോലെ ഇരിക്കും ആഭരണം. സ്വർണം 24 ക്യാരറ്റിന്റെ ആണെങ്കിൽ അതുകൊണ്ടുണ്ടാക്കുന്ന ആഭരണത്തില് അതേ ക്യാരറ്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. അതേപോലെ ആത്മാവ് സർവഗുണ സമ്പന്നനായിരുന്നപ്പോ 16 കലാസമ്പൂർണര് എന്നാ പറയാ. ആ കാലഘട്ടത്തെക്കുറിച്ച് സമ്പൂർണ്ണ നിർവികാരിയായിരുന്നു ആ സമയത്ത് മനുഷ്യൻ. ആ മാനവനെയാണ് നമ്മൾ ദേവൻ എന്ന് വിളിച്ചിരുന്നത്. ദേവി ദേവന്മാര്, ആദി സനാതന ദേവി ദേവത ധർമ്മം എന്നല്ലേ പറയാം. അപ്പൊ സനാതന ദേവി ദേവത ധർമ്മം, ആ ദേവി ദേവത സംസ്കാരമായിരുന്നു നമ്മൾ. ഓരോ പുരുഷനും ദേവി, ഓരോ പുരുഷനും ദേവനെന്നും ഓരോ സ്ത്രീയും ദേവി എന്നും വിളിച്ചിരുന്നു. ആരാ ദേവൻ? ദൈവിക ഗുണവാൻ. ഏത് പുരുഷനിൽ എല്ലാ ദൈവിക ഗുണങ്ങളും ഉണ്ടായിരുന്നു അവരെ ദേവനെന്നും, ഏത് സ്ത്രീയില്, നാരിയില് സർവ്വദൈവിക ഗുണങ്ങളും നിറഞ്ഞ സമയത്ത് ദേവി എന്ന് വിളിച്ചിരുന്നു. ഇന്നും അന്നും തമ്മിലുള്ള അന്തരം എന്താണ്? നമ്മൾ ഇന്ന് മനുഷ്യന്, സ്ത്രീയും പുരുഷനുമാണ്. പക്ഷെ വ്യത്യാസം എന്താണ്? സ്ത്രീയിലും പുരുഷനിലും നമ്മളുടെ ദൈവിക ഗുണങ്ങളാണ് നഷ്ടപ്പെട്ടത്. ആ ഗുണങ്ങൾ കുറഞ്ഞപ്പോഴാണ് നമ്മൾ കറുത്തവരായത്. അപ്പോഴാണ് നമ്മളെ സ്ത്രീ, പുരുഷൻ ഈ ശബ്ദങ്ങൾ ഉപയോഗിച്ച് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. അപ്പൊ വീണ്ടും സമയമാണ് നമുക്ക് ഓരോ നരനും നാരായണനെ പോലെ, ഓരോ നാരിക്കും ശ്രീലക്ഷ്മിയെ പോലെ ദൈവിക ഗുണവാന്മാരായിട്ട് മാറണം. അപ്പൊ ഇന്നത്തെ നരന്റെ നാരിയുടെ അവസ്ഥയാണ് കറുപ്പിലൂടെ കാണിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഓരോ നരനും നാരിക്കും വെളുത്തവരായിട്ട് മാറണം. ആർഷഭാരത സംസ്കൃതിയിലേക്ക് നമുക്ക് തിരിച്ചു പോകണം. അപ്പൊ ഇന്നത്തെ നരനും നാരിയുടെ മനസ്സിൽ ഇരുട്ടാണെന്നാണോ? ഇന്നത്തെ നരനും നാരിയും അറിവില്ല എന്നുള്ളതല്ല. നമുക്ക് നോളജ് ധാരാളമുണ്ട്, ഇൻഫർമേഷൻസ് ധാരാളമുണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജിയുടെ യുഗത്തില് നമ്മൾ ജീവിക്കണം. പക്ഷെ നമുക്ക് വേണ്ടത് വിവേകമാണ്. നമ്മുടെ അറിവില്ലായ്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന വിവേകശൂന്യതയാണ്. അല്ലെങ്കിൽ അറിവുകളെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ വിവേകമുള്ളവരായി പോലെ നമ്മൾ പെരുമാറിയിട്ടുണ്ടാകണം. അജ്ഞാനത്തിന്റെ അന്ധകാരത്തിന് വശപ്പെട്ട് നമ്മളിൽ നിന്നുണ്ടാകുന്ന തെറ്റുകൾ ഏതുവരെ നമ്മളിൽ നിലനിൽക്കുന്നു അതുവരെ നമുക്ക് എങ്ങനെ നമ്മളെ അറിവുള്ളവരെന്ന് പറയാൻ കഴിയും? അപ്പൊ അതുകൊണ്ട് എല്ലാവരും ആണ് എന്നുള്ളതല്ല, പക്ഷെ മെജോറിറ്റിയിലും കടന്നുകൂടിയിരിക്കുന്ന
ആ ഇരുട്ടിൽ നിന്ന് നമുക്ക് വെളിച്ചത്തിലേക്ക് പോകണം. അതുകൊണ്ടാണല്ലോ പറയണത് തമസോമ ജ്യോതിർഗമയ. ഇരുട്ടിൽ നിന്ന് നമുക്ക് വെളിച്ചത്തിലേക്ക് പോകണം. അതിനുള്ള സമയമാണിത്. അതുകൊണ്ടാണ് യുഗം 4ലും നല്ലു കലിയുഗം എന്ന് പറയുന്നത്. 4 യുഗങ്ങളിലും നന്മയാണ് കലിയുഗത്തിലെന്ന് പറയാം. എന്താ കലിയുഗത്തിലെ നന്മ? ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പോകാൻ കഴിയും. ഇരുട്ടിലെത്തി, പക്ഷെ ഈ കൂരിരുട്ടിന് ശേഷം സുപ്രഭാതം വരികയാണ്. ആ വെളിച്ചത്തിലേക്ക് മടങ്ങിപ്പോകാൻ സത്യത്രൈതായികത്തിലെ ആ സനാതന സംസ്കൃതിയിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാനുള്ള ഒരു സമയമാണ്. അതിനുള്ള ഒരു തയ്യാറെടുപ്പിനുള്ള സമയമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കൽപ്പാന്ത കാലം, കലിയുഗത്തിന്റെ ഈ അവസാന നാളുകള് വ്രതനിഷ്ഠമായി നമുക്ക് ജീവിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ വ്രതങ്ങൾ തന്നെയാണ് നമ്മുടെ ഉള്ളില് ആന്തരിക ശക്തികള് നിറയ്ക്കണത്. അപ്പൊ ഈ ഇരുട്ടിനെ എങ്ങനെ മായ്ക്കും? അതിന് നമ്മൾ സ്വയം പ്രയത്നിക്കണോ, അതോ ആരെങ്കിലും നമുക്ക് സഹായിക്കുമോ മനസ്സിലെ ഈ ഇരുട്ടിനെ മാറ്റാൻ? ഇരുട്ട് മാറണമെങ്കിൽ തീർച്ചയായിട്ടും വെളിച്ചം വരണമല്ലോ. വെളിച്ചം തരാൻ ഭഗവാൻ നമ്മളെ സഹായിക്കും. പക്ഷെ ഈശ്വരന് പോലും എന്തേ കഴിയുള്ളൂ? അറിവ് തരാനേ കഴിയും. അതുകൊണ്ടാണല്ലോ ഗീതയിൽ കാണിക്കണേ, ഭഗവാൻ അർജുനന് അറിവ് നൽകുകയാണ്, ജ്ഞാനം പ്രദാനം ചെയ്യുന്നുണ്ട്. പക്ഷെ അർജുനന്റെ കർത്തവ്യമാണ് ആ ജ്ഞാനത്തെ സ്വാംശീകരിക്കണം, അത് ജീവിതത്തിൽ ധാരണ ചെയ്യണം, അതിനെ ജീവിതത്തിൽ പ്രകടമാക്കണം. ഇത് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട പുരുഷാർത്ഥമാണ്, പ്രയത്നമാണ്. തരാൻ മാത്രമേ ഭഗവാന് കഴിയുള്ളൂ, വഴി കാണിച്ചു തരാനേ കഴിയുള്ളൂ. പക്ഷെ വഴിയിലൂടെ നടക്കേണ്ടതാരാണ്? നമ്മളാണ്. അതിനുള്ള ഗഡ്സ് നമുക്ക് വേണം, അതിനുള്ള ശക്തി നമുക്ക് വേണം. ഈശ്വരന് അറിവ് തരാൻ കഴിയും. അറിഞ്ഞതനുസരിച്ച് ജീവിക്കാനുള്ള കരുത്ത് നമുക്കുണ്ടാകണം. അതിനുള്ള പ്രയത്നം നമ്മൾ ഓരോരുത്തരും സ്വയം ചെയ്യണം. അതുകൊണ്ട് ജ്ഞാനം നൽകുന്ന ജ്ഞാനസാഗരൻ, പക്ഷെ ഭഗവാൻ നൽകുന്ന ആ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള മനക്കരുത്ത് വേണം. കാരണം എല്ലാവരും പോകുന്ന വഴിയിലൂടെ പോകാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സാധാരണ പറയാറില്ലേ, ഒഴുക്കിനനുസരിച്ച് നീന്താൻ കഷ്ടമൊന്നുമില്ലേ. പക്ഷെ ഒഴുക്കിനെതിരെ നീന്തണമെങ്കിലോ കരുത്ത് വേണം, വിൽ പവർ വേണം. അവിടെയാണ് ധ്യാനത്തിന് പ്രസക്തി. ധ്യാനം നമുക്ക് നൽകുന്നത് അതാണ്, മനക്കരുത്താണ്. മെഡിറ്റേഷന്റെ ആവശ്യകത അതാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തില്. അതാണ് മാലയിടുന്നത്. മാലയിടുന്നതിലൂടെ നമ്മുടെ ദൃഢതയെ കാണിക്കുക. കാരണം കറുപ്പുടുത്ത് മാലയിട്ടതിന് ശേഷം ഒരു അയ്യപ്പ സ്വാമിയെ സംബന്ധിച്ചിടത്തോളം വ്രതനിഷ്ഠ ജീവിതം നയിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ 41 ദിവസത്തിന്റെ ഇടയില് ചെയ്യാനുള്ള ഏത് സാഹചര്യവും നമ്മുടെ മുന്നിൽ വരും. പല പരീക്ഷണങ്ങളും നമ്മളുടെ മുന്നിലൂടെ കടന്നു പോകും. എങ്ങനെയാണോ ഹനുമാൻ രാമന്റെ ദൂതുമായിട്ട് പോകുമ്പോ എന്തെല്ലാം വിഘ്നങ്ങളാ നേരിട്ടത്. പക്ഷെ ഹനുമാനിലെ ആ വീരത, ദൃഢത, ആ ദൃഢത എല്ലാ വിഘ്നങ്ങളെയും അതിജീവിക്കാൻ സഹായിച്ചു. അതുകൊണ്ട് ശരിക്കും മാലയും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ മാലയിട്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് പറയില്ലേ, മാലയിട്ടിരിക്കുകയാണ്. മറ്റുള്ളവര് നമ്മളോട് ചൂണ്ടിക്കാണിക്കും. അഥവാ നമ്മൾ വ്രതം ലംഘിക്കുന്ന എന്തെങ്കിലും വാക്കോ നോട്ടമോ പെരുമാറ്റമോ നമ്മളിൽ നിന്നുണ്ടായ ഉടനെ പറയില്ലേ, മാലയിട്ടിരിക്കുക, ഓർമ്മയുണ്ടോ? അപ്പൊ മാല ഓർമ്മിപ്പിക്കുക, ഞാൻ സ്വാമിയാണ്, ഞാൻ അയ്യപ്പനാണ്, ഞാൻ വ്രതം പാലിക്കണം. കാരണം ഒരു ദൃഢതയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ജീവിതത്തില് ഏത് ഉയർന്ന ധാരണകളിൽ സഞ്ചരിക്കുമ്പോഴും അവശ്യം നമുക്ക് ടെസ്റ്റ് പേപ്പറുകൾ വരും. എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഗാന്ധിജി ആകട്ടെ, അല്ലെങ്കിൽ ശ്രീ ശങ്കരാചാര്യരാകട്ടെ, വിവേകാനന്ദ സ്വാമി ആകട്ടെ, ജീവിതത്തിൽ ആരെല്ലാം മഹാന്മാര്, അത് ആധ്യാത്മിക രംഗത്ത് മാത്രമല്ല ജീവിതത്തിന്റെ സമസ്ത രംഗത്തും നിങ്ങൾ നോക്കിക്കോളൂ, നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. സ്വാമിയും കേട്ടിട്ടുണ്ടാവും ധാരാളം വ്യക്തികൾ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുത്തത്. അത് ശാസ്ത്രജ്ഞന്മാരാകട്ടെ, ധാരാളം പരീക്ഷണങ്ങൾ ആദ്യം ഉണ്ടാകും. എഡിസനെ കുറിച്ച് തന്നെ പറയില്ല, 1000 തവണയോളം ബൾബ് കണ്ടുപിടിക്കുന്ന കാര്യത്തില് പരാജയപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയണം. പക്ഷെ ദൃഢത, ഞാനത് നേടിയെടുക്കും, ഈ പരിശ്രമത്തിൽ ഞാൻ മുന്നിലെത്തും, വിജയിക്കും. അതേപോലെ ഒരു അയ്യപ്പസ്വാമിയുടെ ഉള്ളില് ദൃഢത, അതാണ് മാലയ സൂചിപ്പിക്കണം. കറുപ്പ് വസ്ത്രം സൂചിപ്പിക്കുകയാണ്, ഞാൻ അയ്യപ്പസ്വാമിയാണ്, എനിക്ക് ഈ വ്രതനിഷ്ഠ ജീവിതം ജീവിക്കണം. അതിന്റെ ഇടയിൽ എന്തൊക്കെ ടെസ്റ്റ് പേപ്പർ എന്റെ മുന്നിൽ വന്നാലും എനിക്ക് പാസ്സാകണം, വിജയിക്കണം. കാരണം പാസ്സായാൽ വിജയത്തിലാണ് മാധുര്യം, പരാജയത്തിന് മാധുര്യം ഉണ്ടാവില്ലേ. അതുകൊണ്ട് ദൃഢതയോടുകൂടി ത്യാഗം സഹിക്കേണ്ടി വരും ടെസ്റ്റ് പേപ്പറിൽ ജയിക്കണമെങ്കിൽ. നമുക്ക് നമ്മുടെ പേപ്പറിന്, നമ്മുടെ വ്രതത്തെ മുടക്കുന്ന തരത്തിലുള്ള പല സാഹചര്യങ്ങളും വരും. പക്ഷെ നമ്മുടെ വിൽ പവർ
നമ്മളെ ഇതെല്ലാം അതിജീവിച്ച് മുന്നിലെത്താൻ സഹായിക്കും. ഈ കറുപ്പ് വസ്ത്രത്തിൽ കൂടി മാലയിൽ കൂടിയിട്ടും പല യോഗങ്ങളും സഞ്ചരിച്ച് ഇങ്ങനെ വന്നിട്ട് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എന്റെ മുന്നിൽ ഇതാ വെള്ള വസ്ത്രധാരിയായ ബഹൻജിയിരിക്കുന്നു. ഇതുപോലെ ഞാൻ പല ബ്രഹ്മചാരികളെയും വെള്ള വസ്ത്രത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പോ ഈ കറുപ്പിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഈ വെള്ള നിങ്ങളെ ആരെയും ഇരുട്ട് തീണ്ടിയിട്ടില്ലെന്നാണോ, അല്ല അതിന്റെ പിന്നിലുള്ള അർത്ഥം എന്നാണോ ഒന്ന് പറഞ്ഞു തന്നാൽ? ഒരിക്കലും അല്ല. ഇരുട്ടിലൂടെ നമ്മൾ എല്ലാവരും കടന്നു വന്നു. കാരണം നേരത്തെ പറഞ്ഞല്ലോ, പ്രകൃതിയുടെ നിയമമാണ് സദോ രജു തമോ അവസ്ഥ. അനേക ജന്മങ്ങളെടുത്ത് നമ്മള്, കാരണം ശരീരം മാത്രമല്ലേ നമുക്ക് മരണസമയത്ത് പോലും നഷ്ടപ്പെടുള്ളൂ. ബാക്കി നമ്മളിൽ ഓരോരുത്തരിലും ഉള്ള ആത്മാവ് ഈ സദോ രജു തമോ അവസ്ഥ കടന്നു വന്നവരാണ്. അപ്പൊ ഇരുട്ട് നമ്മളിൽ എല്ലാവരിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും ഇരുട്ട് ബാധിച്ചിട്ടുണ്ട്. ബാക്കി ഈ വെളുത്ത വസ്ത്രം ഇതൊരു യൂണിഫോം പോലെയാണ്. സാധാരണ ഒരു സ്കൂൾ വിദ്യാർത്ഥി തന്റെ യൂണിഫോമിൽ ഇരിക്കുന്ന സമയത്തുള്ള ആ വിദ്യാർത്ഥിയുടെ ഒരു ലഹരിയുണ്ട്, ഒരു സ്വാഭിമാനമുണ്ട്. ഒരു പട്ടാളക്കാരന് തന്റെ യൂണിഫോമിൽ ഇരിക്കുമ്പോൾ ഉള്ള ഒരു സ്വാഭിമാനമുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് തന്റെ യൂണിഫോമിൽ ഇരിക്കുമ്പോൾ ഒരു സ്വാഭിമാനമുണ്ട്. അതേപോലെ ഈ വെള്ളവസ്ത്രം ഇതൊരു യൂണിഫോമാണ്. ഇത് നമ്മുടെ ഉള്ളിൽ ആധ്യാത്മികമായ, ആത്മീയമായ, ആന്തരികമായ ഒരു ലഹരി നൽകുന്നതാണ്. ഏത് ലഹരി? എനിക്ക് വെളുത്തതായി മാറണം, കറുപ്പിൽ നിന്ന് വെളുപ്പാകണം. വെള്ളവസ്ത്രത്തിൽ നമുക്കറിയില്ല, ഒരു ചെറിയ കറയെങ്കിലും ഉണ്ടെങ്കിൽ വേഗം അറിയും. അതേപോലെ എന്റെ വാക്കില്, എന്റെ ദൃഷ്ടിയില്, എന്റെ പ്രവൃത്തിയില്, എന്റെ ആചാര വിചാരങ്ങളിലെല്ലാം എനിക്ക് ശുദ്ധി കൊണ്ടുവരണം. എല്ലാ അർത്ഥത്തിലും എനിക്ക് വെളുത്തതാകണം. അപ്പൊ ഈ വെള്ളവസ്ത്രം ഓരോ ദിവസവും എന്നെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ വെളുത്തതായതുകൊണ്ട് വെളുത്ത വസ്ത്രം ധരിച്ചു എന്നുള്ളതല്ല, വെളുത്തതാകാൻ വേണ്ടി ഈ യൂണിഫോം എന്നെ ഓർമ്മിപ്പിക്കുക. ഈ വെളുത്ത വസ്ത്രത്തിനുള്ളിൽ ഇരുന്നുകൊണ്ടൊരു കറുത്ത കാര്യം ചെയ്യരുത്, കറുപ്പിലേക്ക് പോകരുത്. ചിന്തയിലും വാക്കിലും കർമ്മത്തിലും എല്ലാം ഞാൻ വെളുത്തതായിരിക്കണം. വസ്ത്രം പോലെ തന്നെ എന്റെ ആന്തരിക ലോകത്തിലും വെളുപ്പുണ്ടാകണം. എനിക്കും സർവഗുണ സമ്പന്നയായിട്ട് മാറണം. അപ്പൊ ഈ യൂണിഫോം നമ്മുടെ ഉള്ളില് ഇതും ഇപ്പൊ എങ്ങനെയാണോ സ്വാമിക്ക് കറുത്ത വസ്ത്രം സ്മൃതി ഉണർത്തി തരണേ, എനിക്ക് വെളുത്തതാകണം, അതേപോലെ ഈ വെളുത്ത വസ്ത്രവും എന്നെ ഓർമ്മിപ്പിക്കുകയാണ്, എനിക്ക് സ്മൃതി ഉണർത്തി തരാണ്. ഞാൻ കറുത്ത കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. നിയമവിരുദ്ധമായ ഒന്നും, ജീവിത നിയമത്തെ, പ്രാപഞ്ചിക നിയമങ്ങളെ തെറ്റിക്കുന്ന തരത്തിലുള്ള ഒന്നും ചെയ്യരുത്. ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന തരത്തിലുള്ള ഒരു തെറ്റും എന്നിൽ നിന്ന് ഉണ്ടാകരുത്. അതിനു വേണ്ടിയിട്ട് ഈ വസ്ത്രം, ഈ യൂണിഫോം, ഈ പരിശുദ്ധമായ വസ്ത്രം പോലെയുള്ള പരിശുദ്ധി എന്റെ ജീവിതത്തിലും വേണം. ബഹൻജി, വസ്ത്രത്തിന്റെ പിന്നിൽ അത് കറുത്തതായാലും വെളുത്തതായാലും ഉള്ള സത്യങ്ങളും രഹസ്യങ്ങളും ഞങ്ങളത് മനസ്സിലാക്കി. വളരെ നന്ദി. ഓം ശാന്തി. നമ്മളെല്ലാവരും ഒരു കാലത്ത് വെളുത്തവരായിരുന്നു. ആത്മാവും ശരീരവും വെളിച്ചത്തിലായിരുന്നു. കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് നാം ഇരുട്ടിലായി, കറുത്തവരായി. വീണ്ടും നമ്മൾക്ക് വെളുക്കണ്ടേ? വേണം. നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഞങ്ങളുടെ ഫോൺ നമ്പർ 9446820448. ഞങ്ങളുടെ ഇമെയിൽ ID shivajyotimedia@gmail.com. ഈ പരിപാടി വീണ്ടും കാണണമെങ്കിൽ സന്ദർശിക്കുക www.timevision.tv. തൊട്ടുരുണ്ണി വളർന്നേ, കണ്ഠത്തിൽ മണി കെട്ടിയൊരുണ്ണി വളർന്നേ, പമ്പയാറു പാൽ കൊടുത്തോരുണ്ണി വളർന്നേ, എന്റെ പഴമനസ്സിൻ പന്തളത്തിലൊരുണ്ണി വളർന്നേ, കണ്ണെഴുതി പൊട്ടു തൊട്ടൊരുണ്ണി വളർന്നേ, കണ്ഠത്തിൽ മണി കെട്ടിയൊരുണ്ണി വളർന്നേ, പമ്പയാറു പാൽ കൊടുത്തോരുണ്ണി വളർന്നേ, എന്റെ പഴമനസ്സിൻ പന്തളത്തിലൊരുണ്ണി വളർന്നേ. സ്വാമി ശരണം സ്വാമി.
ചിന്തകനായി മഹിഷിക്കന്തകനായി മലയാളം കാക്കുവാനൊരുണ്ണി വളർന്നേ. മനുകുല ചിന്തകനായി മഹിഷിക്കന്തകനായി മലയാളം കാക്കുവാനൊരുണ്ണി വളർന്നേ. പോരിനു നായകനായി പേരിനു താപസനായി പാരിനു രക്ഷകനാമുണ്ണി വളർന്നേ. അവനമ്മ പെറ്റ മകനു വേണ്ടി നാടൊഴിഞ്ഞതാണേ. പുലി ജന്മമേറി തൻ പെരുമകൾ വ്യക്തമാക്കിയതാണേ. കണ്ണെഴുതി തൊട്ടു തൊട്ടൊരുണ്ണി വളർന്നേ. കണ്ഠത്തിൽ മണി കെട്ടിയൊരുണ്ണി വളർന്നേ. കുളിരുന്ന പുലരികളിൽ ഉണരുന്ന ഭക്തന്റെ സിരകളിൽ ഒഴുകുന്ന വ്രതപുണ്യമാ. ഓരോ മനുഷ്യനും ദേവനായി മാറുന്ന തത്വമായി തത്വമസി അരുളുകയാ. തത്വമസി തത്വമസി